ओम शांति। आप लोग सवेरे से ज्ञान सुन रहे हैं ना, सुबह भी मुरली सुने होंगे ना। आप लोग बहुत बहुत भाग्यशाली हो। അപ്പം നിങ്ങളെല്ലാവരും രാവിലെ മുതൽ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, മുരളിയും കേട്ടു എല്ലാവരും. അപ്പം നിങ്ങളെല്ലാവരും തന്നെ വളരെ വളരെ ഭാഗ്യശാലികളാണ്. क्यों भाग्यशाली है? क्योंकि संगम युग में बाबा ने हमें चुना है. എന്തുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഭാഗ്യശാലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും സ്വയം ഭഗവാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. चुना है ना, जिन जिन को बाबा ने चुना है वो हाथ उठाइए. ആരൊക്കെയാണോ ബാബ തിരഞ്ഞെടുത്തത് അവരൊന്ന് കൈ ഉയർത്തൂ. हाँ, अच्छी तरह अपने आप के लिए क्लैप करना. നല്ലോണം സ്വയം തനിക്ക് വേണ്ടി കൈയടിക്കൂ. क्योंकि दुनिया में कितने लोग हैं जो भगवान को दर्शन करना चाहते हैं. കാരണം ലോകത്തില് ഒരുപാട് മനുഷ്യര് ഭഗവാനെ കാണാൻ, ഭഗവാന്റെ ദർശനം ആഗ്രഹിക്കുന്നുണ്ട്. कितनी मेहनत कर रहे हैं, അവരതിനു വേണ്ടി എത്രയാ പ്രയത്നിക്കുന്നത്. लेकिन यहाँ बाबा हम बच्चों को देख रहे हैं. പക്ഷെ ഇവിടെ സ്വയം ബാബ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. एक पिछले हफ्ते एक मुरली में बाबा ने बोला कि बच्चों के नहीं, आप मेरे को पलकों में बिठाओ, नैनों में बिठाओ. കഴിഞ്ഞ ആഴ്ചയും ബാബ മുരളിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാബ നമ്മൾ ഓരോ കുട്ടികളെയും ബാബയുടെ നയനങ്ങളിൽ, കണ്ണുകളിലാണ് ഇരുത്തിയിരിക്കുന്നത്. तो संगम युग में कितना खजाना है, अनुभव करने का बहुत 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 खजाना है. സംഗമയുഗത്തില് അത്രയും ഖജനാവ് ബാബ തന്നിട്ടുണ്ട് അനുഭവം ചെയ്യുന്നതിന് വേണ്ടി. അതിന്റെ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ അധികമാണ്. आज भी बाबा ने मुरली में आज बताया, अव्यक्त इशारे में, मुक्ति में सब मुक्ति में होंगे, परमधाम में सब मुक्ति में होंगे. किसी को भी मालूम नहीं है कि ये मुक्ति है. ഇന്നത്തെ മുരളിയില് അവ്യക്ത ഇഷാരയിലും ബാബ പറഞ്ഞിരുന്നു, അതായത് പരംധാമത്തിൽ ഇരിക്കുമ്പോ ആ ഇരിക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ആരും മനസ്സിലാവുന്നില്ല ഞാൻ മുക്തിയിലാണ് എന്ന്. जीवन मुक्ति में सब जीवन मुक्ति में होंगे. सतयुग में किसी को भी मालूम नहीं कि जीवन मुक्ति है. സത്യയുഗത്തില് ജീവൻ മുക്തിയിൽ ഇരിക്കുമ്പോ അവിടെയുള്ളവർക്കും ആ ഒരു തിരിച്ചറിവുണ്ടാവില്ല, ഞാനിപ്പോ ജീവൻ മുക്തിയിലാണ് എന്നുള്ളത്. लेकिन संगम युग इतना सुहावना है कि सत्संगम युग में जीवन जीते हम जीवन मुक्त रह सकते हैं. സംഗമയുഗം അത്രയും സുന്ദരമായിട്ടുള്ള സമയമാണ്. ഈ സംഗമയുഗത്തിൽ ഇരുന്നു കൊണ്ടും നമ്മളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടും നമുക്ക് ജീവൻ മുക്തമായിരിക്കാൻ സാധിക്കും. इसीलिए मुक्ति और जीवन मुक्ति से ज्यादा श्रेष्ठ कौन सा है? जीवन मुक्त. അതുകൊണ്ട് ജീവൻ മുക്തിയേക്കാളും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്റ്റേജ് ഏതാണ്? അതാണ് ഈ സമയത്തെ ജീവൻ മുക്ത അവസ്ഥ. आप लोग अनुभव कर रहे हैं, जीते जी मुक्त बन रहे हैं. നിങ്ങളെല്ലാവരും അനുഭവം ചെയ്യുന്നുണ്ടല്ലോ, ജീവിച്ചിരിക്കെ തന്നെ ആ മുക്തമായിരിക്കുന്നതിന്റെ. पहले हमको एक चाहना होनी चाहिए कि मुझे संगम युग में ये पॉइंट अनुभव करनी है. നമുക്ക് ആദ്യം ഈ താല്പര്യം മനസ്സിൽ ഉറപ്പ് വരണം, അതായത് ആഗ്രഹം വരണം. എനിക്ക് സംഗമയുഗത്തില് ഇന്ന ഏതെല്ലാം പോയിന്റ് ആണ്, ഇന്ന പോയിന്റുകളുടെ അനുഭവം എനിക്കിപ്പോ ചെയ്യണം. बहुत अनुभव कर सकते हैं. आप किया है? क्या क्या किया है? ഒരുപാട് കാര്യങ്ങളുടെ അനുഭവം ചെയ്യാൻ സാധിക്കും. അനുഭവം ചെയ്തിട്ടുണ്ടോ? എന്തെല്ലാം കാര്യങ്ങളുടെ അനുഭവമാണ് ചെയ്തിരിക്കുന്നത്? क्या क्या अनुभव किया है? എന്തൊക്കെ അനുഭവം ചെയ്തിട്ടുണ്ട്? बाबा का साथ का अनुभव कहाँ मिलेगा? ബാബ കൂടെയുണ്ട്. ബാബയുടെ കൂട്ടിന്റെ അനുഭവം എവിടെയാ കിട്ടുക? और कहीं भी युग में नहीं मिलेगा. വേറൊരു യുഗത്തിലും ബാബയുടെ കൂട്ടിന്റെ അനുഭവം ഉണ്ടാവില്ല. अतीन्द्रिय सुख कब अनुभव होगा? അതീന്ദ്രിയ സുഖം എപ്പോഴാണ് അനുഭവപ്പെടുക? बाबा कहते अगर कोई मेरे से मांगेंगे ना, मुझे अतीन्द्रिय सुख दो भगवान, तो मैं जाकर के मेरे बच्चों को देखो, ऐसा मैं रेफर करता हूँ. ആരെങ്കിലും ഈ ബാബയോട് അതീന്ദ്രിയ സുഖത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ബാബ പറയുമെന്ന്, അതായത് ബാബ അങ്ങനെ നമ്മുടെ അടുത്തേക്ക് ബാബ റെഫർ ചെയ്യൂ, അതായത് നോക്കൂ പോയിട്ട് അതീന്ദ്രിയ സുഖം എന്താണ് എന്നുള്ളത്. आपके पास है? बाबा बेचे सभी को.
നിങ്ങൾ അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭവം ചെയ്യുന്നുണ്ടല്ലോ, മറ്റുള്ളവരെ ബാബ നമ്മുടെ അടുത്തേക്ക് പറഞ്ഞയക്കട്ടെ. भेजे बाबा, जाओ मेरे बच्चों के पास बहुत है अतीन्द्रिय सुख, आप जाओ वहां ले लो, ऐसे बाबा भेजे. അതായത് പോകൂ, നിങ്ങൾക്ക് അതീന്ദ്രിയ സുഖം അനുഭവിക്കണോ, അത് എങ്ങനെയാണ് കാണണം എന്നുണ്ടെങ്കിൽ എന്റെ കുട്ടികളുടെ അടുത്തേക്ക് പോകൂ എന്ന് പറഞ്ഞ് ബാബ നമ്മളുടെ അടുത്തേക്ക് വിടട്ടെ. जमा है या वो लोग आ रहे हैं और आप बाबा से पूछ रहे बाबा मेरे को अतीन्द्रिय सुख दो. ശേഖരണം അത്രയും ഉണ്ടോ, അതോ മറ്റുള്ളവർ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുമ്പോ നമ്മൾ ബാബയോട് ചോദിച്ചുകൊണ്ടിരിക്കുവോ, ബാബ അതാ എനിക്കിത് തരൂ, തന്നിട്ട് കൊടുക്കാം എന്നുള്ള രീതിയിലാണോ? ऐसा नहीं है ना. അങ്ങനെയല്ലല്ലോ. कौन कौन ऐसे सीधा होकर के बोलो हमारे पास भेजे, मेरे पास है, कौन कौन ऐसा कहते हैं? ആരൊക്കെ ഇങ്ങനെ പറയുമോ, എന്റെ അടുത്തേക്ക് അയച്ചോളൂ, ഞാൻ തയ്യാറാണ് കൊടുക്കാൻ, അങ്ങനെ റെഡി ആയിട്ടുള്ളവർ ആരൊക്കെ ഉണ്ടെന്ന്? भेजे कितने लोग हैं? എത്ര പേരുണ്ടെന്ന് കൈ दिखाई नहीं दे रहा है. റെഡിയാണ്. हाँ, तो इतना हमको संगम युग में अनुभव भी करना है, जमा भी करना है. സംഗമയുഗത്തില് നമ്മൾ അതിന്റെ അനുഭവം ചെയ്യണം, ഒപ്പം നമ്മൾ ശേഖരിക്കുകയും വേണം. इसीलिए बाबा कहते हैं ज्ञान का इतना अतः खजाना रोज सबको मिलता है, तो उसको सुनना, समझना, मनन करना और स्वरूप बनना. ബാബ നമുക്ക് ദിവസവും വളരെയധികം ഖജനാവ് തരുന്നുണ്ട്. അതിനെ കേൾക്കുക, അത് മനസ്സിലാക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് മനനം ചെയ്യുക. കാരണം അത്രയധികം ഖജനാവാണ് ബാബ നമുക്ക് നൽകിയിരിക്കുന്നത്. എന്നിട്ട് മറ്റുള്ളവർക്ക് അത് കൊടുക്കുകയും ചെയ്യാം. बहुत हमको नशा होना चाहिए, बहुत फक्र होना चाहिए कि बाबा ने मेरे को किसी लिए सेलेक्ट किया है. मालूम है किसी लिए किया है? पवित्रता की मदद के लिए बाबा ने हमें चुना है. നമുക്ക് ആ ലഹരി ഉണ്ടായിരിക്കണം. ബാബ എന്നെ എന്തിനു വേണ്ടിയിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, തിരഞ്ഞെടുത്തിരിക്കുന്നത്? ആ പവിത്രതയുടെ സഹായം, അത് വളരെ വലിയ കാര്യമാണ്. ആ പവിത്രതയുടെ സഹായം ബാബയ്ക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും ബാബ സെലക്ട് ചെയ്തിരിക്കുന്നത്. दुनिया में वैसे तो बहुत लोग हैं, हमारे से ज्यादा बहुत स्ट्रिक्ट है, पवित्र है, लेकिन बाबा को उन लोगों को मदद नहीं चाहिए. ലോകത്തില് നമ്മളെക്കാളും ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ട് പവിത്രമായിരിക്കുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷെ ബാബയ്ക്ക് അവരുടെ ഒന്നും സഹായമല്ല ആവശ്യം. क्योंकि हम पवित्र ऐसे बनते हैं श्रीमत से हम पवित्र बनते हैं, तो बाबा उसको यूज करता है. കാരണം നമ്മള് ശ്രീമത്ത് അനുസരിച്ചിട്ടാണ് പവിത്രമായിരിക്കുന്നത്. അങ്ങനെ പവിത്രമായിരിക്കുന്നത് കൊണ്ട് ബാബ നമ്മളെ ബാബയുടെ കാര്യത്തിന് ഉപയോഗിക്കുകയാണ്. तो हम सब कौन है? श्रीमत पर चलने वाले बाप के मददगार बच्चे हैं. നമ്മളെല്ലാം ആരാണ്? നമ്മളെ ശ്രീമത്ത് അനുസരിച്ച് നടക്കുന്ന ബാബയുടെ സഹായികളായിട്ടുള്ള കുട്ടികളാണ്. मेरे को बहुत कल से यही आ रहा था एक संकल्प कि बाबा के हम नजरों में है. ഇന്നലെ മുതൽ എനിക്ക് ആ സങ്കല്പം ബഞ്ചി പറയുകയാണ്. ആ സങ്കല്പം എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ എല്ലാവരും ബാബയുടെ കണ്ണുകളിൽ, ബാബയുടെ ദൃഷ്ടിയിൽ ഇരിക്കുന്ന കുട്ടികളാണ്. मतलब हम बाबा के निगाहों में या उनके दृष्टि, मतलब उनके नजर हमेशा बाबा हमें देख रहे हैं, ऐसा हमको फील होना है. പറഞ്ഞതിന്റെ അർത്ഥം ബാബ സദാ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാബയുടെ ദൃഷ്ടി നമ്മുടെ മേൽ എപ്പോഴും ഉണ്ട്. എപ്പോഴും നമുക്ക് ആ ഓർമ്മ ഉണ്ടായിരിക്കണം. जैसे छोटे बच्चे होते हैं ना, तो बड़े कोई बुजुर्ग है तो वो वहां बैठ करके देखते रहेगा. बच्चे खेलते हैं, अगर गिर जाता है तुरंत आकर के मदद करेगा. ഇപ്പൊ ഇതുപോലെ വീട്ടില് കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ ആ കൊച്ചുകുട്ടികളുടെ മേല് എല്ലാവരുടെയും, വീട്ടിലുള്ള മുതിർന്നവരുടെ ഒക്കെ ശ്രദ്ധ സ്വാഭാവികമായിട്ടുണ്ടാവും. ഇനി എവിടെയെങ്കിലും മുട്ടുവോ വീഴോ എന്തെങ്കിലും ചെയ്ത് അത് കരയുകയാണെങ്കിൽ ഉടനെ ഓടി വന്ന് കുട്ടിയെ എടുത്ത് ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി. ऐसे बाबा हमेशा हमें देखता है, देखता ही रहेगा. और अगर हम कुछ मतलब श्रीमत के बिगड़ जाते तो तुरंत ही हमको समझाएगा. ബാബയും അതേപോലെ സദാ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അഥവാ ശ്രീമത്തിന്റെ ഇടയിൽ എന്തെങ്കിലും തെറ്റ്, ശ്രീമത്ത് അനുസരിച്ച് നടക്കുന്നതിൽ തെറ്റ് സംഭവിക്കുന്നുണ്ട്, വരുത്തുന്നുണ്ട് എങ്കിൽ ബാബ ഉടനെ തന്നെ നമുക്കത് തിരുത്തി തരുന്നതുണ്ട്. इसीलिए मुरली में कई लोग का अनुभव यही है कि हम सोच के आते हैं आज मुरली में, तो बाबा उसका उत्तर इतनी अच्छी तरह से देता है कि ऐसा लगता है कि बाबा मेरे को ही देख रहा है. നമ്മൾ തലേദിവസം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചിട്ടും അല്ലെങ്കിൽ വിചാരിച്ചിട്ടും ഒക്കെ വന്നു കഴിയുമ്പോൾ
പിറ്റേ ദിവസം മുരളിയില് അതിനോട് സംബന്ധിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും ബാബ പറയുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് തോന്നാറുണ്ട് ബാബ ഇത് എന്നെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. तो प्यार भी होगा मेरे को बाबा के ऊपर और वो विक्रम भी नहीं बनेगा. അപ്പൊ എവിടെയായിരുന്നാലും ശരി ബാബയുടെ ശ്രദ്ധ നമ്മുടെ മേലുണ്ടെന്നുള്ള ആ ബോധം നമുക്കുണ്ടായിരിക്കണം. അപ്പൊ ഒരിക്കലും നമ്മളിൽ നിന്നും വികർമ്മം ഉണ്ടാവില്ല. कल मदुरई में आशा दीदी क्लास करा रही थी, मेरे को एक पॉइंट बहुत अच्छा लगा. ഇന്നലെ മധുരയില് ആശാ ദീദി ക്ലാസ് എടുത്തിരുന്നു. അതില് ഒരു പോയിന്റ് ബഞ്ചിക്ക് വളരെ ഇഷ്ടമായി. तो आशा दीदी सुना रही थी सतयुग में सब अकर्मी होते हैं, अकर्म करने वाले. അപ്പൊ കേൾപ്പിച്ചു തന്നിരുന്നു സത്യയുഗത്തിൽ എല്ലാവരും അകർമ്മികളാണ്, അകർമ്മം ചെയ്യുന്നവരാണ്. इसीलिए अच्छी तरह से मतलब वो खुशी खुशी में रहते हैं. അപ്പൊ അത് കാരണം അകർമ്മമായത് കാരണം അവരെപ്പോഴും സദാ സന്തോഷത്തിലാണ്. और हम सतयुग में जाने वाले हैं. നമ്മളാണെങ്കിലോ നമ്മൾ അങ്ങനെയുള്ള ആ സത്യയുഗത്തിലേക്ക് പോകാൻ പോകുന്നവരാണ്. तो हम कौन सा कर्म करना है? അപ്പൊ നമ്മൾ എങ്ങനെയുള്ള കർമ്മമാണ് ചെയ്യേണ്ടത്? सुकर्म करेंगे तभी तो सतयुग में जाएंगे. फिर भी सतयुग में सुकर्म नहीं होता है. അതായത് ഇവിടെ നല്ല കർമ്മം ചെയ്തെങ്കിൽ മാത്രമേ, സുകർമ്മം ചെയ്തെങ്കിലേ സത്യയുഗത്തിലേക്ക് പോവുള്ളൂ. സത്യയുഗത്തിൽ ചെന്നിട്ടല്ല അങ്ങനെയുള്ള കർമ്മം ചെയ്യുന്നത്. इसीलिए संगम युग में सुकर्म करना है और फिर अकर्म भी करना है. സംഗമയുഗത്തില് നമ്മൾ സുകർമ്മം ചെയ്യണം, ഒപ്പം അകർമ്മവും ചെയ്യണം. तो ज्ञान में आकर के बहुत सुकर्म कर लिया हमने. अभी रिटर्न जाना है तो लक्ष्य रहना है कि मुझे अकर्म करना है. അപ്പൊ നമ്മള് വളരെയധികം സുകർമ്മം ചെയ്തു. ഇപ്പൊ നമുക്കറിയാം നമുക്ക് റിട്ടേൺ തിരിച്ചു പോകണം. അതിനാൽ നമ്മള് വീണ്ടും അകർമ്മം ചെയ്യുക തന്നെ വേണം. फिर दीदी ने बताया अकर्म माना कुछ नहीं, आत्म स्वरूप में स्थित होकर के न्यूट्रल रीति से कर्म करना है. ദീദി കേൾപ്പിച്ചു, അതായത് ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ന്യൂട്രൽ ആയിട്ടുള്ള കർമ്മം വേണം ചെയ്യേണ്ടത്. किसी के भी प्रभाव में, या तो वायुमंडल के प्रभाव या व्यक्ति के प्रभाव, कुछ भी प्रकृति के प्रभाव में नहीं आना है. ഒന്നിന്റെയും പ്രഭാവത്തിൽ വരാൻ പാടില്ല. വായുമണ്ഡലത്തിന്റെയോ വ്യക്തിയുടെയോ പ്രകൃതിയുടെയോ ഒന്നിന്റെയും പ്രഭാവത്തിൽ നമ്മൾ പെടാൻ പാടില്ല. इसीलिए समय अनुसार हमको भी अपना पुरुषार्थ को तीव्र बनाना है. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സമയത്തിന്റെ ഗതിക്ക് അനുസരിച്ച് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പുരുഷാർത്ഥത്തെയും കൂടി തീവ്രമാക്കണം. याद है ना, बाप दादा 18 जनवरी में बाप दादा ने क्या बताया? 2 महीना तीव्र पुरुषार्थ करना है. ജനുവരി 18 മുരളിയില് ഓർമ്മയുണ്ടല്ലോ ബാബ എന്താണ് പറഞ്ഞത്? 2 മാസം തീവ്ര പുരുഷാർത്ഥം ചെയ്യണം എന്ന്. कर रहे हैं, पुरुषार्थ कर रहे हैं या तीव्र पुरुषार्थ कर रहे हैं या उड़ रहे हैं? ചോദിച്ചില്ലേന്ന് ബാബ, അതായത് പുരുഷാർത്ഥമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതോ തീവ്ര പുരുഷാർത്ഥമാണോ ചെയ്യുന്നത്, അതോ പറന്നുകൊണ്ടിരിക്കുകയാണോ? तीव्र पुरुषार्थ माना ऐसे नहीं कि 8 घंटा बैठ के योग करना है, 4 घंटा बैठना है, नहीं. തീവ്ര പുരുഷാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല 8 മണിക്കൂർ ഇരുന്ന് യോഗം ചെയ്യുക അല്ലെങ്കിൽ 4 മണിക്കൂർ യോഗം ചെയ്യുക, അതല്ല. अगर कर सकते हैं तो कर सकते हैं, मतलब ऐसा नहीं कि नहीं करना है. अगर आपको होता है तो भले कीजिए, लेकिन क्वालिटी, आप 20 मिनट योग करो, 1 घंटा योग करो, भले आधा घंटा करो, लेकिन योग का क्वालिटी अच्छा होना चाहिए. അതായത് 8 മണിക്കൂറോ 4 മണിക്കൂറോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യൂ, വളരെ നല്ല കാര്യമാണ്. ചെയ്യേണ്ടെന്നല്ല പറഞ്ഞത്, ചെയ്തോളൂ. പക്ഷേ നമ്മൾ 1 മണിക്കൂർ ഇരുന്നാലും ശരി, 20 മിനിറ്റ് ഇരുന്നാലും ശരി, ആ യോഗത്തിന്റെ ക്വാളിറ്റി അത് എന്തായിരിക്കണം? ക്വാളിറ്റി നല്ലതായിരിക്കണം എന്നുള്ളതാണ്. तो योग का क्वालिटी हमको इम्प्रूव करना है, तो सारा दिन हम कर्म योगी बनना है, तो आत्म स्वरूप में रह करके कर्म करना है. ഇപ്പൊ യോഗത്തിന്റെ ക്വാളിറ്റി നല്ലതാക്കുന്നതിന് വേണ്ടി മുഴുവൻ ദിവസവും കർമ്മയോഗിയായിട്ട് കർമ്മം ചെയ്യണം. അതിനുവേണ്ടി ഇടയ്ക്കിടയ്ക്ക് ആത്മസ്മൃതിയുടെ അഭ്യാസം ചെയ്യണം. तो मैं एक अनुभव सुनाती हूँ. मधुबन में जब बाबा का मिलन होता है ना, उस समय बड़ी बहनों को बिठाते हैं गिफ्ट देने के लिए.
അപ്പൊ ഇതുപോലെ അനുഭവം പറയാണ് ബെഞ്ചി, മധുബനില് നമ്മൾ ബാബാ മലിനത്തിന് പോകുമ്പോൾ ഗിഫ്റ്റ് തരുന്നതിന് വേണ്ടി ദാദിമാർ അല്ലെങ്കിൽ മുതിർന്ന സഹോദരിമാരെ ഒക്കെ ഇരുത്താറുണ്ട്. अभी दादियां नहीं है तो हम लोगों को बिठाते हैं. ആദ്യമൊക്കെ ദാദിമാരായിരുന്നിരുന്നത്, ഇപ്പോ ദാദിമാരില്ലാത്തത് കൊണ്ട് മുതിർന്ന സഹോദരിമാരെയാണ് ഇരുത്താറ്. तो हम तो देते रहेंगे, आदत नहीं है ना, देते रहेंगे. इतने लोग 20,000 लोग, 4 ग्रुप तो होंगे वहां, फिर भी हम देते हैं तो लोग आते रहेंगे, तो इतना लंबा लंबा क्यों होता है? അപ്പോ മൂന്നാല് പേരൊക്കെ നിരന്നിരിക്കുന്നുണ്ടാവും ഗിഫ്റ്റ് തരാൻ. അപ്പം 20,000 പേരൊക്കെ ഉള്ളപ്പം ആൾക്കാർ ഇങ്ങനെ ഗിഫ്റ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അതായത് ഇരിക്കുന്നവര് കൊടുത്തുകൊണ്ടും ഇരിക്കും. हाथ दुखता था. കുറച്ച് കഴിയുമ്പോ കൈ ഇങ്ങനെ നീട്ടി കൊടുത്തു കഴിയുമ്പോ കൈ വേദനിക്കാറുണ്ട്. फिर मेरे को उस समय प्रकाशमणि दादी याद आई. അപ്പൊ ആ സമയത്ത് ബഞ്ചിക്ക് പ്രകാശ്മണി ദാദിജിയെ ഓർമ്മ വന്നു. कितना आराम से प्रकाशमणि दादी सभी को हर्षित मुख होकर के इतना प्यार से देती थी. ബഡി ദാദി ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവർക്കും ദാദി സമ്മാനം എത്ര സന്തോഷത്തോടെ ഹർഷിത മുഖമായിട്ട് ഓരോരുത്തർക്കും കൈകൊണ്ട് തരുമായിരുന്നു. तो मैंने भी तय किया कि आत्मा स्वरूप होकर के हर्षित मुख होकर के मुझे देना है. അപ്പൊ ബഞ്ചിയും അങ്ങനെ വിചാരിച്ചു, അങ്ങനെ അതായത് ചിന്തിച്ചു എന്ന്, അതായത് എനിക്കും അതേപോലെ ആത്മസ്മൃതിയിൽ ഇരുന്നു കൊണ്ട് ഹർഷിത മുഖമായിട്ട് ഓരോരുത്തർക്കും നൽകണം. आप मानो ना मानो 2 सेकंड में दर्द गायब. നിങ്ങൾ വിശ്വസിച്ചാലും അല്ലെങ്കിൽ അംഗീകരിച്ചാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, ആ സ്ഥിതിയിലിരുന്ന് ആത്മസ്മൃതിയിൽ ഇരുന്ന് കൊടുത്തു തുടങ്ങിയപ്പോ 2 മിനിറ്റ് കൊണ്ട് കൈയുടെ വേദന ഇല്ലാതെയായി. इसीलिए मेरे को हमेशा यही लगता है, तीव्र पुरुषार्थ माना कर्म करते समय आत्मस्मृति में करना है. അതുകൊണ്ട് ബഞ്ചു പറയുകയാണ്, തീവ്ര പുരുഷാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കർമ്മം ചെയ്തുകൊണ്ടും ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. सुनने में हमको ऐसा लगता है ये बहुत इजी है, लेकिन करते नहीं है. കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നും വളരെ ഈസിയാണ്, ചെയ്യും എന്നൊക്കെ. പക്ഷേ അത്ര വിചാരിക്കുന്നത് പോലെ അത് ഈസി അല്ല. इसीलिए सबको ये प्रैक्टिस जरूर करनी है. അതുകൊണ്ട് എല്ലാവരും ഈ അഭ്യാസം, ഈ പ്രാക്ടീസ് തീർച്ചയായിട്ടും ചെയ്യണം. करेंगे? ചെയ്യുവോ? इजी है, बहुत इजी है, सिंपल है. हाँ, करना है ना. तो फिर आत्म स्वरूप में हम कर्म करने से शाम को जब योग में बैठेंगे ना, या सुबह योग में बैठेंगे तो इतना उड़ते रहेंगे. അപ്പൊ ആത്മസ്മൃതി ദിവസം മുഴുവനും അഭ്യാസം ചെയ്തതിന് ശേഷം വൈകുന്നേരം നമ്മൾ യോഗത്തിന് ഇരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ രാവിലെ ഇരിക്കുകയാണെങ്കിലും ശരി, അങ്ങനെ നമുക്ക് പറക്കുന്നതിന്റെ അനുഭവം ഉണ്ടാവും. इतना लाइट रहेगा. അത്രയും ലൈറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. और दूसरी बात, आत्म स्वरूप में रहेंगे ना, और भी कुछ बहुत फायदे हैं. दृष्टि, हमारा दृष्टि बदल जाएगा. ആത്മസ്മൃതിയിൽ ഇരിക്കുന്നത് കൊണ്ട് വേറെയും ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിലൊന്ന് നമ്മുടെ ദൃഷ്ടിയിൽ പരിവർത്തനം ഉണ്ടാകും. एक बार मैं यूरोप गई थी सेवा के लिए, दादी ने भेजा यूरोप. वहाँ वो तो फ्रांस में, पेरिस में थी. അപ്പോൾ ഒരു പ്രാവശ്യം ദാദി സേവനത്തിന് വേണ്ടി വിദേശത്തേക്ക് ബഞ്ചിയെ വിടുകയുണ്ടായി. അപ്പൊ അവിടെ ഫ്രാൻസില് സേവനത്തിന് വേണ്ടി പോവുകയുണ്ടായി. तो पेरिस में सेवा की और पहली बार मेरे को साइट सीइंग के लिए लेके गई. പാരീസിലും സേവനത്തിന് വേണ്ടി പോയപ്പോ അവിടെ സൈറ്റ് സീന് വേണ്ടി കൊണ്ടുപോയിരുന്നു. फिर मैं शाम को सेंटर पहुंची तो सभी वहाँ की जो बहनें, डबल फॉरेनर्स बहनें हैं, वो लोग पूछने लगे, आपने आज साइट सीन में गए थे, आप कैसा लगा? അപ്പോൾ സൈറ്റ് സീനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഫോറിൻ സിസ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അവരെ ചോദിച്ചു, ഇന്ന് സൈറ്റ് സീൻ ഒക്കെ കണ്ടിട്ട് വന്നതല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു സൈറ്റ് സീൻ എന്ന് ചോദിച്ചു. तो मैंने बोला बहुत अच्छा है आपका शहर, बहुत अच्छा है. അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ ഈ നാട് വളരെ നല്ലതാണ്, വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞു. उन लोगों को बहुत आश्चर्य लगा. അപ്പൊ അത് പറഞ്ഞപ്പോ അവർക്ക് വളരെ അത്ഭുതം തോന്നി. वो कहने लगे, यहाँ जो भी आते हैं बाहर जाते तो बोलते बहुत गंदा है, बहुत ये जो उनका फैशन और वो जब होता है ना, ये अच्छा नहीं है, वायुमंडल अच्छा नहीं है, बहुत देहाभिमानी माया है, ऐसा बोलते हैं.
അപ്പൊ അവർക്ക് അത്ഭുതം തോന്നിയത് കാരണം എല്ലാവരും പൊതുവെ പുറമേയൊക്കെ സൈറ്റ് സീൻ കണ്ടുവന്നിട്ട് തിരിച്ചു വന്നിട്ട് പറയാറ് വളരെ മോശമാണ്. അതായത് വസ്ത്രധാരണവും കാര്യങ്ങളും ഒക്കെ അവിടുത്തെ അന്തരീക്ഷം വായുമണ്ഡലം തന്നെ വളരെ മോശമാണ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് സാധാരണ എല്ലാവരും പറയാറ്. बहुत तमो प्रधान वायुमंडल होगा. വളരെ മോശമായിട്ടുള്ള വായുമണ്ഡലമാണ്. फिर एक बहन ने पूछा, आपने किसी को देखा नहीं है क्या? लोगों को देखा आपने? അപ്പൊ ചോദിച്ചു, താങ്കൾ ആരെയും കണ്ടില്ലേ, പുറത്തു പോയപ്പോ ആരെങ്കിലും ഒക്കെ കണ്ടിരുന്നു എന്ന് ചോദിച്ചു. तो मैंने बोला देखा. അപ്പൊ പറഞ്ഞു, ഞാൻ ഒരു കണ്ടു എന്ന് പറഞ്ഞു. फिर आपको कुछ नहीं लगा? അപ്പൊ അത് അവരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഒന്നും തോന്നിയില്ലേ എന്ന് ചോദിച്ചു. मैंने बोला नहीं लगा, अच्छा लगा. പറഞ്ഞു, ഒന്നുമില്ല, എനിക്കൊന്നും തോന്നിയില്ല, നന്നായിട്ട് തന്നെയാ തോന്നിയത്. तो उन्होंने बोला, यू आर द फर्स्ट पर्सन टू से दिस. आप पहली व्यक्ति है जो ऐसा बोल रहे हैं. അപ്പൊ അവര് പറഞ്ഞു, അതായത് നിങ്ങൾ ആദ്യത്തെ വ്യക്തിയാണ് ഇങ്ങനെ വന്നിട്ട് കണ്ടു കഴിഞ്ഞ് വളരെ നല്ലത് എന്ന് പറയുന്നത്. जो भी आते बोलते बहुत नरक है. ബാക്കിയുള്ളവരൊക്കെ വന്ന് സൈറ്റ് സീൻ കണ്ടു കഴിഞ്ഞ് വന്നിട്ട് പറയുക വളരെ മോശമാണ് എന്നാ പറയാറ്. तो मैंने उसको समझाया कि मैंने देखा, लोगों को देखा, उनका फैशन देखा, उनका ड्रेसिंग सेंस देखा, सब कुछ देखा. मेरे को एक संकल्प आया कि वो अपने तमो प्रधान देहाभिमान का रोल इतना अच्छी रीति कर रहे हैं, तो मैं संगम युग का आत्म अभिमानी का रोल क्यों नहीं करना, मुझे भी अच्छी तरह करना है. അപ്പോ പറഞ്ഞു, ഞാനിതെല്ലാം കണ്ടു, അതായത് മോഡേൺ ആയിട്ടുള്ള വസ്ത്രമൊക്കെ ഇട്ടിട്ടുള്ള ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടു. അപ്പൊ ഞാനപ്പോ ചിന്തിച്ചത് അങ്ങനെയാണ്, അതായത് അവരുടെ ദേഹ അഭിമാനത്തിന്റെ കലിയുഗി ആ ഒരു സംസ്കാരം, ആ ഒരു പ്രഭാവം അവര് വളരെ നല്ല രീതിയിൽ കാണിച്ച് അവരുടെ ആ ഒരു പാർട്ട്, അങ്ങനെയുള്ള ആ ദേഹാഭിമാനത്തിന്റെ പാർട്ട് ഇത്രയും ഭംഗിയായിട്ട് അവർ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തുകൊണ്ട് സംഗമയുഗത്തിലെ എന്റെ ആത്മാഭിമാനി സ്ഥിതിയുടെ പാർട്ട് എനിക്ക് എന്തുകൊണ്ട് ഭംഗിയായിട്ട് അഭിനയിച്ചുകൂടാ, അങ്ങനെ ഞാൻ ചിന്തിച്ചു എന്ന് പറഞ്ഞു. इसीलिए अगर हम आत्मा अभिमानी होकर के देखेंगे, आत्म स्वरूप में देखेंगे, तो किसका भी प्रभाव नहीं पड़ेगा, किसी के प्रभाव में नहीं आएंगे. അതുകൊണ്ട് നമ്മളും നമ്മുടെ ആത്മാഭിമാനി സ്ഥിതിയിൽ, ആത്മബോധത്തിന്റെ സ്ഥിതിയിൽ ഇരുന്ന് ഓരോരുത്തരെയും ഓരോന്നും കാണുകയാണെങ്കിൽ, നോക്കുകയാണെങ്കിൽ ഒരു ഭാവം നമ്മളില് വരില്ല. अभी आई थिंक थर्सडे की मुरली में था, वरदान में घबराने वाला डांस नहीं करना है, बच्चों को खुशी का डांस करना है. सुना आपने? ഈ വ്യാഴാഴ്ചത്തെ മുരളിയില് ബാബ വരദാനത്തിൽ പറയുന്നിരുന്നു, അതായത് ഭയപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ ഭയത്തിന്റെ ഡാൻസ് അല്ല ചെയ്യേണ്ടത്, സന്തോഷത്തിലാണ് നൃത്തം ചെയ്യേണ്ടത് എന്ന് ബാബ പറഞ്ഞിരുന്നു. तो आप लोग कौन सा डांस करते हैं? भय का डांस, घबराने का डांस या खुशी का डांस? അപ്പൊ നിങ്ങൾ എല്ലാവരും എങ്ങനെയുള്ള ഡാൻസ് ആണ് ചെയ്യാറ്? ഭയത്തിന്റെ ഡാൻസ് ആണോ അതോ സന്തോഷത്തിന്റെ ഡാൻസ് ആണോ ചെയ്യുന്നത്? किस किस को डर है? ആർക്കൊക്കെയാ ഭയം ഉള്ളത്? किसको भी नहीं. ആർക്കും ഭയമില്ലേ? डर नहीं है, नहीं है, है? दुनिया में तो डर भरा पड़ा है, सबको डर है. ഇപ്പൊ ലോകത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും വളരെ ഭയത്തിലാണ്, ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ്. और हम बाबा के बच्चे कहते डर नहीं है. നമ്മളാണെങ്കിൽ ബാബയുടെ കുട്ടികൾ പറയുന്നത് നമുക്ക് ഭയമേ ഇല്ല എന്നാണ്. दुनिया में ना फियर ऑफ फेल्यूर कहते हैं, पता नहीं पास होंगे या नहीं होंगे, ऐसा फियर ऑफ फेल्यूर है, मतलब फेल हो जाएंगे, ऐसा काम में भी, नौकरी में भी या पढ़ाई में भी बहुत फियर होता है, डर होता है. സാധാരണ പുറം ലോകത്തില് അതായത് ജയിക്കുമോ തോൽക്കുമോ എന്നുള്ള ഭയം പൊതുവെ എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ജോലിയുടെ കാര്യത്തിലായിരുന്നാലും പഠിപ്പിന്റെ കാര്യത്തിലായിരുന്നാലും ശരിയൊക്കെ വിജയിക്കുമോ അതോ പരാജയം ഉണ്ടാകുമോ എന്നുള്ള ഭയം പൊതുവെ എല്ലാവർക്കും ഉണ്ട്. फियर ऑफ फ्यूचर बोलते हैं, मतलब उसका भविष्य सोचने में ही उनको डर लगता है, पता नहीं भविष्य कल का कैसे होगा. ഭാവിയെ കുറിച്ചുള്ള പറയില്ലേ നമ്മള് ഭയം അല്ലെങ്കിൽ ഉത്കണ്ഠ, അത് ആൾക്കാർക്ക് വളരെയധികമാണ്. आप लोगों का डर है? നിങ്ങൾക്ക് അങ്ങനെ ഭാവിയെ കുറിച്ചുള്ള ഉത്കണ്ഠ അല്ലെങ്കിൽ ഭയമുണ്ടോ? फ्यूचर का, भविष्य का डर है? ഭാവിയെ കുറിച്ച് ചിന്തിക്കുമ്പോ ഭയം തോന്നുന്നുണ്ടോ? कुछ नहीं, हमको मालूम है हमारा फ्यूचर क्या है.
കാരണം നമുക്ക് ഭയമില്ലാത്തതിന്റെ കാരണം നമുക്കറിയാം നമ്മുടെ ഫ്യൂച്ചർ എന്താണ് എന്നുള്ളത്. मालूम है ना आपका फ्यूचर, आपको मालूम, आपका भविष्य आपको मालूम है ना. നമ്മുടെ ഭാവി എന്താണ് എന്ന് അറിഞ്ഞൂടെ എന്ന് ചോദിക്കാണ്. और बाकी दुनिया में तो मरने का डर बहुत है आजकल. ലോകത്തിലുള്ളവർക്ക് മരണഭയം വളരെയധികമാണ്. और हमको നമുക്കോ है, किसको है मरने का डर? മരണഭയം ആർക്കൊക്കെയാ ഉള്ളത്? नहीं है. ആർക്കില്ലേ? मेरे को आपकी आवाज, माइंड का आवाज सुनने में आ रहा है, बेन जी अरे हम मर गए, अभी क्या मरना है. ബാബയുടെ ശബ്ദം ഇപ്പൊ നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. കാരണം പറയുമെന്നല്ലാരും, അതായത് ഞങ്ങൾക്ക് മരണഭയം എന്തിനാണുള്ളത്? ഞങ്ങൾ ഓൾറെഡി മരിച്ചിരിക്കുകയാണ്, മരിച്ചു കഴിഞ്ഞു. हम लोग मर जीवा है ना, मर के जी रहे हैं, हमको कुछ डर नहीं है. നമ്മളെല്ലാവരും ജീവിച്ചിരിക്കെ മരിച്ചവരല്ലേ, മരുജീവ അല്ലേ, അപ്പൊ പിന്നെ നമുക്ക് ഭയത്തിന്റെ കാര്യമേ വരുന്നില്ല. तो अगर आत्मा अभिमानी होंगे, आत्मा स्वरूप में होंगे तो डर नहीं रहेगा. ആത്മാഭിമാനി സ്ഥിതിയിൽ, ആത്മബോധത്തിലാണ് എങ്കിൽ നമുക്കൊരിക്കലും ഭയം ഉണ്ടാവില്ല. आप कौन है? आत्मा अभिमानी है? നിങ്ങൾ ഓരോരുത്തരും ആരാണ്? ആത്മാഭിമാനികളല്ലേ? पक्का? ഉറപ്പാണോ? पक्का आत्मा अभिमानी है. അതായത് ഉറപ്പ്, 100% ആത്മാഭിമാനികൾ തന്നെയല്ലേ? ठीक है. रात को ठीक 12 बजे आपको कोई उठा के पूछेंगे आप कौन है, तो क्या बोलेंगे? രാത്രി 12 മണിക്ക് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും വിളിച്ചുണർത്തിയിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയും? गहरी नींद में, വളരെ ഗാഠമായ ഉറക്കത്തിലുള്ള സമയത്ത് क्या बोलेंगे? उस समय बोलेंगे आपका नाम बोलेंगे. അപ്പൊ ആ സമയത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾ ഉണർന്ന പേരാണോ പറയുക, അതോ എന്താ പറയുക? या उस समय भी बोलेंगे मैं आत्मा हूँ. അതോ ആ സമയത്ത് ഉണർന്ന് പറയൂ ഞാൻ ആത്മാവാണ് എന്ന്? क्या बोलेंगे? പറയാൻ എന്താ പറയാ? रात को 12 बजे गहरी नींद में, രാത്രിയിൽ 12 മണിക്ക് ഗാഠമായ ഉറക്കത്തില് വിളിച്ചു ചോദിച്ചാൽ എന്താ പറയാ? इतना डीप हमको वो आत्मा अभिमानी स्थिति होनी चाहिए. അത്രയും ഡീപ്പ് ആയിട്ടുള്ള അനുഭവം, ആത്മാഭിമാനി സ്ഥിതിയുടെ അനുഭവം ഉണ്ടാകണം. वो आत्मा अभिमानी स्थिति बनाने के लिए हमको 3 चीज, हमारा अवस्था, बाबा बोलते हैं ना, आज भी बोला, हमारा अवस्था अगर ठीक होना चाहिए, स्थिति अच्छी तरह होनी चाहिए, तो उसके लिए 3 चीजों के लिए हम अटेंशन देना है. ആത്മാഭിമാനി സ്ഥിതിയിൽ ഇരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ അത് വളരെ നല്ലതാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. हमारा अवस्था बनती है एक योग बल से, ज्ञान बल से और पवित्रता के बल से. അപ്പൊ അതിൽ 3 കാര്യങ്ങൾ, ഒന്ന് ജ്ഞാനബലത്തിലൂടെ, 2 യോഗബലത്തിലൂടെ, മൂന്നാമത്തത് പവിത്രതയുടെ ബലത്തിലൂടെയാണ് അവസ്ഥ നന്നാവുക. आज हम बीके इतने साल से है ज्ञान में, पुरुषार्थ कर रहे हैं, योग कर रहे हैं, सेवा कर रहे हैं, फिर भी हम कर्मातीत नहीं बन पा रहे. क्यों? കുട്ടികൾ ഇത്രയും കാലമായിട്ട് ജ്ഞാനം കേട്ടുകൊണ്ടിരിക്കുകയാണ്, യോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ കർമാതീത അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല, എത്തുന്നില്ല. എന്തുകൊണ്ട്? ठीक है, ज्ञान बल है हमारे पास, योग बल है. കാരണം 2 കാര്യങ്ങളിൽ നമ്മളെല്ലാവരും बोलना, व्यर्थ बोलना, क्योंकि बाबा ने ये भी कह दिया है कि व्यर्थ संकल्प भी अपवित्रता है. മറ്റുള്ളവരുടെ അവഗുണങ്ങളെ നോക്കുക, അതിനെക്കുറിച്ച് പറയുക, വ്യർത്ഥമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക, പറയുക. അപ്പൊ ബാബയും പറഞ്ഞിട്ടുണ്ട് അതും, അതായത് മറ്റുള്ളവരുടെ അവഗുണങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നതും അപവിത്രതയാണ് എന്ന്. तो इसलिए हमको अभी पवित्रता के बल को सेफ गार्ड करना है, या तो प्रोटेक्ट करना है, जमा करना है. അപ്പൊ അതുകൊണ്ട് നമ്മൾ പവിത്രതയുടെ ബലത്തെ ഇപ്പോ സംരക്ഷിക്കണം, അതായത് ശേഖരിക്കണം, സൂക്ഷിക്കണം. तभी तो संस्कार चेंज होता है. അപ്പോഴാണ് നമ്മുടെ സംസ്കാരത്തിൽ പരിവർത്തനം ഉണ്ടാവുക. ठीक है, मरने का भी डर नहीं है, भविष्य का भी डर नहीं है, फेल्यूर का भी डर नहीं है, क्योंकि बाबा ने बता दिया आप कल्प कल्प के विजयी हो. നമുക്ക് മരണഭയമില്ല, അതുപോലെ തന്നെ
भविष्य का। ഭാവിയിലെ കുറിച്ചുള്ള ഭാവിയുടെ ഉത്കണ്ഠ, അതിനെ കുറിച്ചുള്ള ഭയമില്ല. അതുപോലെ നമ്മുടെ പരാജയം, അതിനെ കുറിച്ചുള്ള ഭയവും നമുക്കില്ല. हमको ये डर नहीं है कि बनेंगे नहीं बनेंगे, सतयुग में जाएंगे नहीं जानेंगे, वो कोई डर नहीं है, हमको गारंटी है. നമുക്ക് ഈ ഭയമില്ല, ഞാൻ സത്യയുഗത്തിലേക്ക് പോവോ ഇല്ലയോ, ഞാൻ അങ്ങനെ ആയിത്തീരുവോ ഇല്ലയോ, അങ്ങനെയുള്ള ഭയം നമുക്കില്ല. കാരണം നമുക്ക് ഗ്യാരണ്ടിയാണ് നമ്മൾ അങ്ങനെ ആയിത്തീരുക തന്നെ ചെയ്യും എന്നുള്ളത്. इसीलिए कोई भी डर नहीं है. तो हमको कैसे रहना है? खुशी से रहना है, खुशी में डांस करना है. അവ പറയപ്പം ഒരു ഭയത്തിലേക്കും നമ്മള് വരാതിരിക്കുന്നതിന് വേണ്ടി, ഒരു ഭയവും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഭയമില്ലാതിരിക്കുന്നതിന് വേണ്ടി സന്തോഷത്തിൽ നമ്മൾ എപ്പോഴും ഭയത്തിന്റെ നൃത്തമല്ല, സന്തോഷത്തിന്റെ നൃത്തം ചെയ്യാം. तो डांस करने के लिए क्या चाहिए? ഡാൻസ് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? पहला स्टेज चाहिए. ये जो स्टेज है ना, स्टेज के ऊपर डांस करेंगे तो अच्छा लगता है. ഡാൻസ് ചെയ്യണമെങ്കിൽ സ്റ്റേജ് വേണം. സ്റ്റേജിൽ ഡാൻസ് ചെയ്യുമ്പോഴാണ് അത് നന്നായിട്ട് തോന്നുക. ऐसे ही हमें भी हमारा अवस्था, हमारा आत्मिक स्टेज अच्छा होना चाहिए, श्रेष्ठ ऊंच होना चाहिए, तभी हम डांस कर सकते हैं. അപ്പോൾ നമ്മുടെ ആത്മീയ സ്റ്റേജും നമ്മുടെ സ്റ്റേജ് നന്നായിരിക്കണം. അപ്പോഴേ നമുക്ക് നല്ലവണ്ണം നൃത്തം ചെയ്യാൻ, ഡാൻസ് ചെയ്യാൻ സാധിക്കും. देहाभिमान में आएंगे या व्यर्थ में आएंगे तो नीचे आ जाएंगे. नीचे डांस करेंगे तो मजा नहीं आएगा. ദേഹാഭിമാനത്തിലേക്ക് വരികയാണ്, വ്യർത്ഥത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ സ്റ്റേജിൽ നിന്നും താഴേക്ക് പോകും. താഴെ നിന്ന് ഡാൻസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേജിൽ ചെയ്യുന്ന അത്രയും ആ ഒരു രസം ഉണ്ടാവില്ല. दूसरा, हमें अगर डांस करना है तो कॉस्ट्यूम चाहिए, ड्रेस. अच्छा, കോസ്റ്റ്യൂം. രണ്ടാമത് നമുക്ക് നൃത്തം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള, അതായത് നൃത്തത്തിന് അനുസരിച്ചിട്ടുള്ള വേഷം ആവശ്യമാണ്. तो कौन सा ड्रेस पहनेंगे डांस के लिए? അപ്പൊ ഡാൻസ് ചെയ്യാൻ എങ്ങനെയുള്ള വസ്ത്രമാണ് ധരിക്കുക? बाबा ने बताया, सफेद लाइट दारी बनो. അതിനാണ് ബാബ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്, വെളുത്ത പ്രകാശ വസ്ത്രധാരിയാകൂ. ये स्थूल सफेद वस्त्र है, लाइट वस्त्रधारी बनना है. സ്ഥൂല വസ്ത്രം, വൈറ്റ് വസ്ത്രം ധരിക്കുന്നുണ്ട്. പക്ഷെ ലൈറ്റ് ആയിട്ടുള്ള, അതായത് വെളുത്ത വസ്ത്രം ധരിക്കണം. तो फिर डांस करने में भाव भी अच्छा होना चाहिए. भाव से पहले फेस कैसे, चेहरा कैसा होना चाहिए. अगर अच्छी तरह से डांस कर रही है कोई बहन या भाई, बहुत अच्छा डांस कर रहे हैं, लेकिन उनका फेस ऐसा चीयरफुल नहीं है, हर्षित मुख नहीं है, तो कैसा लगेगा? ഡാൻസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഭാവവും നമ്മളിൽ വരണം മുഖത്ത്. ഡാൻസ് ഒക്കെ നല്ലോണം ചെയ്യുന്നുണ്ട്, മുഖത്ത് അതിനനുസരിച്ചുള്ള ഭാവം വരുന്നില്ല എങ്കിലും ഡാൻസ് ഭംഗിയായിട്ട് തോന്നില്ല. इसीलिए बाबा ने बताया है आपका चेहरा चलन कैसे होना चाहिए. അപ്പൊ അതുകൊണ്ട് ബാബ നേരത്തെയും പറഞ്ഞു, നിങ്ങളുടെ മുഖവും ചലനവും ഒക്കെ എങ്ങനെയായിരിക്കണം എന്ന്. दोनों बहुत हर्षित होना चाहिए. രണ്ടും വളരെ ഹർഷിതമായിരിക്കണം. तभी तो बाबा का भाव प्रकट होगा. അപ്പോഴേ ബാബയുടെ ആ ഒരു ഭാവം പ്രകടമാവും. और बहुत सारे सीनरी आते हैं ना दुनिया में. आप कह सकते हैं, बहन जी हमारे घर में ऐसा है, या हम जहाँ काम करते हैं, नौकरी करते वहाँ ऐसा है, जहाँ हम बिजनेस करते तो ऐसा है. इस सिचुएशन में हम कैसे हर्षित रहे, कैसे डांस करें. സാധാരണ പറയുന്ന, അതായത് ദീദി ഇങ്ങനെയാണ്, ഞങ്ങളുടെ വീടിന്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഓഫീസിൽ ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ്, പ്രശ്നങ്ങളാണ്. അപ്പൊ ഇതിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയാണ് ഈ പറയുന്നത് പോലെ നൃത്തം ചെയ്യാൻ സാധിക്കുക എന്ന് ചിലർ ചോദിക്കാറുണ്ട്. है ना, ऐसे सीन्स आता है ना, सेकंड बाय सेकंड बहुत सारे सीन्स आते रहते हैं सामने. അപ്പൊ അങ്ങനെയുള്ള സീൻ വരാറില്ലേ? സെക്കൻഡ് ബൈ സെക്കൻഡ് അങ്ങനെയുള്ള പലതരത്തിലുള്ള സീനുകൾ വരുന്നുണ്ട്. वो सब क्या है मालूम है? बैक ड्रॉप है. बैक ड्रॉप, पीछे का ड्रॉप, बैक ड्रॉप होते हैं ना. അപ്പൊ അങ്ങനെയുള്ള वो जो सीन सामने आते हैं वो हमारा बैक ड्रॉप है, पीछे वाला. അതായത് എന്തൊക്കെ സീനാണോ മുന്നിൽ വരുന്നത് അത് നമ്മുടെ സ്റ്റേജിന്, അതായത് പുറം സ്റ്റേജിലുള്ള കാര്യങ്ങളാണ്. इसीलिए डरने की कोई बात नहीं. बाबा हमारे साथ है. बाबा का साथ है तो हम डांस कर सकेंगे. माया का साथ है तो घबराएंगे. घबराने का डांस.
അപ്പൊ ബാബ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് സന്തോഷത്തിൽ ഡാൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ബാബയുടെ കൂടെ തന്നെ ഇരിക്കുക. മായയാണ് കൂടെ ഉള്ളതെങ്കിൽ ഭയമാണ് വരിക, അപ്പൊ നമ്മുടെ നൃത്തം നന്നാവില്ല. इसीलिए हमको क्या करना है, संगम युग में हमेशा खुशी में बाबा के साथ नाचते रहना है. और वो डांस करने के लिए बहुत मुख्य चीज गीत, म्यूजिक चाहिए. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സംഗമയുഗത്തില് ബാബയോടൊപ്പം ഇരുന്ന് സദാ നൃത്തം ചെയ്തുകൊണ്ടേയിരിക്കുക. നൃത്തം ചെയ്യുന്നതിന് പിന്നെ വേണ്ടത് പാട്ടാണ്. तो म्यूजिक है वाह बाबा वाह. അതിന്റെ പാട്ടാണ് വാ ബാബ വാ എന്നുള്ളത്. वाहरे में സബാഷ് ഞാൻ എന്നുള്ളത്. और वाह ड्रामा वाह. സബാഷ് ഡ്രാമ സബാഷ്. तो ऐसा रहेंगे तो हम सदा खुशी में नाचते रहेंगे और बाबा को प्रत्यक्ष करते रहेंगे. ओम शांति. അപ്പൊ അങ്ങനെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ സദാ ഡാൻസ് ചെയ്ത് സന്തോഷമായിരിക്കാൻ സാധിക്കും. ബാബയെ പ്രത്യക്ഷമാക്കുവാനും സാധിക്കും. ഓം ശാന്തി.